പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ ആദ്യമായിട്ട് ഇപ്പോഴ് ഉടമ്പടി ധ്യാനം ആരംഭിക്കുന്നത് ഒരു സാക്ഷ്യം വിചാരണ ചെയ്തുകൊണ്ടാണ്. നമുക്കറിയാം, സാക്ഷ്യ വിചാരണ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു ഘടകമാണ്. ആ ആഴ്ചയിൽ അമ്മ ചെയ്ത കാര്യങ്ങളാണ് സാക്ഷ്യത്തിനെടുക്കുന്നത്. ഈ ആഴ്ചയിൽ നടന്ന ഏറ്റവും നല്ല സാക്ഷ്യം. എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ്, പക്ഷെ ചില സാക്ഷ്യങ്ങൾക്ക് ചില ഉടമ്പടി കണ്ടൻസുകൾ കൂടും. അതിൽ എല്ലാ മനുഷ്യർക്കും അനുവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ അകത്ത് ഒരു ദൈവ ആഭിമുഖ്യത്തിനുള്ള കുറേ പുതിയ വഴികൾ കാണാം. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളാണ് അച്ഛൻ എടുത്തിട്ട് പലപ്പോഴും സാക്ഷ്യ വിചാരണയ്ക്ക് വെക്കുന്നത്. ഈ പ്രാവശ്യത്തെ സാക്ഷ്യ വിചാരണയിൽ കുറേ സാക്ഷ്യങ്ങളുണ്ട്. ഒരു സാക്ഷ്യം നീതുവിൻ്റെ ആണ്, നീതു ചെന്നിത്തല. അപ്പോൾ അവരുടെ സാക്ഷ്യത്തിൽ അവർക്ക് 5 വർഷങ്ങളായിട്ട് മക്കളില്ല. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷെ മക്കളില്ല. അപ്പോൾ അത് ഭയങ്കരമായ പ്രശ്നമാണ്. വൈദ്യശാസ്ത്രം കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് പറയുകയും ചെയ്യും. 5 കൊല്ലമായിട്ട് മക്കളില്ലാതിരിക്കുമ്പോൾ നീതുവിന് കാര്യം മനസ്സിലായി, ഇനി മക്കളുണ്ടാവത്തില്ല. നിങ്ങൾ കുഴപ്പം കൊണ്ട് നമുക്ക് അതിനുവേണ്ടി ചികിത്സിക്കാം. ഇത് എവിടെ ചികിത്സിക്കാനാണ്? മക്കളുണ്ടാകണില്ല. പിന്നെ ഫോളിക് ആസിഡ് കൊടുത്ത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത്, അപ്പോൾ ഇവർക്ക് നഴ്സായതുകൊണ്ട് അവർക്കറിയാം ഇതിൻ്റെ ആശുപത്രിയിൽ പോയാലും കിട്ടാൻ പോണ ഫോളിക് ആസിഡാണ്. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഫോളിക് ആസിഡ് കുടിച്ചിരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? പിന്നെ അവർ ആശുപത്രി പോക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരൊരു ദിവസം ചെന്നിത്തരുന്ന അവരുടെ വീട്ടിൽ പോയി. അവരുടെ വീട് കണ്ണൂർ ചെന്നപ്പോൾ നമുക്കറിയാമല്ലേ, ഇപ്പോൾ പണ്ടത്തെ കണ്ണൂരല്ലേ ഇപ്പോഴത്തെ കണ്ണൂർ. വിശ്വാസമുള്ളവന് ശക്തമായ രീതിയിൽ വിശ്വാസം പടർന്ന് വിശ്വാസം സാക്ഷ്യമായി ജീവിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അവിടെ പിടിച്ചപ്പോൾ അമ്മയുടെ അനിയത്തിൻ്റെ വീട്ടിൽ പോയി അവൾ. അപ്പോൾ അമ്മയുടെ അനിയത്തി പറഞ്ഞു, നീതു നിൻ്റെ അടുത്തല്ലേ കൃപാസനം, പിന്നെ നീ എന്താ ഇപ്പോൾ കുട്ടികളില്ലാതെ നടക്കണമെന്ന്. അപ്പോൾ അത്രയും ആൾക്കാർക്ക് ബോധ്യമുണ്ട്, നിൻ്റെ അടുത്ത് ചെന്നിത്തല ആലപ്പുഴയല്ലേ, നിൻ്റെ അടുത്തല്ലേ കൃപാസനം, പിന്നെ നീ എന്തിനാ കുട്ടികളില്ലാതെ നടക്കണമെന്ന്. അപ്പോൾ അത്രയും ആന്തരിക ബോധ്യമുണ്ട്. അപ്പോൾ നീതിനെ സംബന്ധിച്ചുള്ള ആൾക്കാർക്ക് സംശയമില്ല, കേട്ടിട്ടുണ്ട് കൃപാസനം, പക്ഷേ എന്താണ് കാര്യമെന്ന് അറിയത്തില്ല. അപ്പോൾ നീതിന് ഉടനെ കൊണ്ടുവന്ന് ഈ കൃപാസനം പത്രം കൊടുക്കും, ആൻറ്റി കൊടുക്കും. അപ്പം നീതു അവിടെ പറഞ്ഞത്, എനിക്കൊരു അവിശ്വാസവും തോന്നിയില്ല, ഞാൻ അവിടെ ഇരുന്ന് ആ പത്രം മൊത്തം വായിച്ചെന്ന്. മാതാവിലേക്കൊരാൾ, ഞാൻ എപ്പോഴും പറയുന്നത് മാതാവിൻ്റെ കൈയാണ് പത്രം. അതെന്താ കാര്യം വെച്ചാൽ ഈ പത്രത്തെക്കുറിച്ച് ആണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോഴെനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായിരുന്നു പത്രം ഭയങ്കര സംഭവമാണെന്ന്. കാര്യം ഇത്രയും ആക്രമണം ആ ഒരു വിഷയത്തിലുണ്ടാകുമ്പോൾ തന്നെ അറിയുക, അനേകം ആത്മാക്കൾ ആ പത്രം കൊണ്ട് രക്ഷപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും ദൈവത്തിന് നിരക്കാത്ത ശക്തികൾ അതിനെ ആക്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആക്രമണം കൂടുന്ന എവിടെയാണെന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും, അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായ രീതിയിൽ ആൾക്കാർ, പിന്നെ ചില ആൾക്കാരൊക്കെ പണ്ട് പത്രം വെച്ച് കിടക്കാനൊക്കെ തുടങ്ങി. അപ്പോഴും ഞങ്ങളതിനെ നിരോധിച്ചു. ഞാൻ ജസ്റ്റ് റീഡ് ഇറ്റ്. പത്രം മുഴുവനും അഭിഷേക വചനങ്ങളാണ്, പിന്നെ ജനങ്ങളുടെ അനുഭവങ്ങളും. അതാണ് പത്രം എന്ന് പറയുന്നത്. അഭിഷേക വചനങ്ങളും ജനങ്ങളുടെ ആ വചനം ജീവിതത്തിൽ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ, ഉടമ്പടി ജീവിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് പത്രം. വേറെ ഒന്നും അതിൻ്റെ അകത്തില്ല. പിന്നെ കൃപാസനത്തിൻ്റെ മിഷൻ വർക്കുകളുണ്ട് അതിൻ്റെ അകത്ത്, സാംസ്കാരിക മിഷനും മറ്റു മിഷനും ഒക്കെ ഉണ്ട്. അത് നമ്മളുടെ സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോഴാ പത്രം ഇവിടെ കൊതിയോടെ സാക്ഷ്യങ്ങളെല്ലാം വായിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ വയറ്റിൽ ഗുളുഗുളാന്ന് പറഞ്ഞൊരു ഇളക്കകളായി. അതായത് എന്താ വെച്ചാൽ ഇവർക്ക് വിശ്വാസം ഉണ്ടായില്ല, അതാണ് പ്രശ്നം. ഇവൾ മനസ്സിലൊരു തീരുമാനമെടുത്ത്, എന്താണ് എടുത്തത്? ഞാനും പോയി ഉടമ്പടി എടുക്കും. അപ്പോൾ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി എനിക്കിനി ബഹറിൽ പോകാൻ വേണ്ടി 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ആലപ്പുഴ പോയി ഉടമ്പടി എടുത്തിട്ട് പോകണത് സമയം കിട്ടത്തില്ല. അപ്പോൾ ആൻറ്റി പറഞ്ഞ് കുഴപ്പമില്ല, നീ ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കോവിഡ് കാലത്ത് അമ്മ ഓൺലൈൻ ഉടമ്പടി തന്നത്. അന്ന് ഓൺലൈൻ ഉടമ്പടി എന്നും പറഞ്ഞ് നമ്മൾ ഒരു വീഡിയോ ഇട്ടപ്പോൾ
അന്ന് 1,00,000 ആൾക്കാരെ അത് കണ്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചത് എല്ലാവരും കാണുമെന്നാണ് വിചാരിച്ചത്. ഇപ്പം ജോമോളൊക്കെ അത് ഡിക്സൺ അങ്ങനെ കുറച്ച് പേര് ഇതൊക്കെ ഡിസൈൻ ചെയ്ത് എടുത്തത്, ഞാൻ ആശയം പറഞ്ഞു കൊടുത്തിട്ട്. അപ്പോഴേ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾക്ക് അത്രയും ഒരു റിട്ടേൺസ് വന്നില്ല. എങ്ങനെ ആൾക്കാർ ഞങ്ങൾ ഓർത്തത് ജനങ്ങളെ എല്ലാവരെയും സഹായിക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ എന്താ അമ്മ ചെയ്തത്, ഇന്നിപ്പോഴേ ആൾക്കാർ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടാണ് തീർത്ഥാടന ഉടമ്പടി എടുക്കണമെങ്കിൽ ആലപ്പുഴ വരണ്ടേ. അപ്പം അതുവരെയുള്ള കാര്യങ്ങൾക്ക് അവരെന്ത് ചെയ്യും, ഓൺലൈൻ ഉടമ്പടി എടുക്കും. ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ നേർച്ച വസ്തുക്കളെ കിട്ടത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് കൃത്യമായിട്ട് അവിടെ പറയണത്, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു, എന്നിട്ട് അതിൻ്റെ പ്രാർത്ഥന കൃത്യമായിട്ട് തന്നെ ചെല്ലാൻ തുടങ്ങി, വചനങ്ങൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നാ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വല്ലാത്ത ഇന്ന് വരെ അനുഭവിക്കാത്തൊരു മരണകരമായ വേദനയാണ് ശരീരത്തിൽ അനുഭവിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഒരു കഷണം വയറ്റിൽ നിന്ന് താഴേക്ക് ഒരു മാംസക്കഷണം, ഇതെവിടെ ഇരുന്നെന്നറിയത്തില്ല. 5 കൊല്ലം ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നും കാണാത്ത സാധനമാണ്. മാതാവ് പറിച്ചതാണ് കണ്ടത്, വയറ്റിൽ നിന്ന് പറിച്ചെടുത്ത് പുറത്ത് കളഞ്ഞു, രക്തം പോലും പൊടിയാതെ പുറത്ത് കളഞ്ഞു. അതോടുകൂടി അവർക്ക് മനസ്സിലായി ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. 1, 2, 3 ലക്ഷം രൂപ, ഇത് കണ്ടുപിടിച്ചാൽ തന്നെ 2 ലക്ഷം രൂപയുടെ ഓപ്പറേഷനാണ്. പക്ഷേ അത് ഒരു രക്തം പോലും പൊടിയാതെ കീഹോൾ പോലും അല്ലാത്ത രീതിയിൽ ഈ സംഭവം പറിച്ച് പുറത്ത് കളയും. അപ്പോൾ അതിനുശേഷം ഇവർക്ക് കോൺഫിഡൻസ് ആയി, ഇനി അമ്മ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും, അമ്മ എനിക്ക് കുഞ്ഞിനെ തരും എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴേ ഇവളുടെ വയറ്റിൽ മുമ്പത്തേക്കാളും വ്യത്യസ്തങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പേടിയാണ്. കാര്യം പണ്ട് ഈ 5 കൊല്ലമായിട്ട് ടെസ്റ്റിംഗ് ആയിരുന്നു. എപ്പോഴും നെഗറ്റീവ് അടിച്ചിട്ട് ഹസ്ബൻഡ് പറഞ്ഞു, നീ ആ സാധനം വലിച്ചെറിയിട്ട് ഒരു ടെസ്റ്റും വേണ്ട, നമുക്ക് കൊച്ചിനെയും വേണ്ടെന്ന് പറഞ്ഞതാണ്. കാര്യം എപ്പോഴും ടെസ്റ്റിൽ നെഗറ്റീവായി. അപ്പോൾ അത് സങ്കടമായത് കാരണം ഇതൊന്നും ടെസ്റ്റ് ചെയ്യാതിരിക്കുകയായിരുന്നു. കുറേ നാളായിട്ട് ടെസ്റ്റുമില്ല, ആശുപത്രിയില്ല, അങ്ങനെ ജീവിക്കുകയും. പക്ഷേ ഇപ്പോൾ അവൾക്ക് തോന്നി ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് തോന്നി. ടെസ്റ്റ് ചെയ്തപ്പോഴെന്താണെന്ന് അവൾ പറയണത്, ഇതിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, പാരൻസ് ഒരു വര കാണും. അപ്പോൾ അവൾക്കൊരു ചെറിയൊരു പ്രതീക്ഷ വന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ വര ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞ്, ഇതൊന്ന് നോക്കിക്കുക എന്ന് പറഞ്ഞ്. അപ്പോൾ ഹസ്ബൻഡ് നോക്കിയപ്പോഴും ആ ഒരു പോസിറ്റീവായിട്ട് വരുന്നുണ്ട് സംഭവം. അയാൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. പിന്നെ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്ത ദിവസവും നോക്കുമ്പോൾ 1 മാസമാണ്. അപ്പം ആ കുഞ്ഞിന് 1 മാസം വയറ്റിൽ പ്രായമുണ്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. സമയബന്ധിതമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അവിടുത്തെ കാരണത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കൃപാസന അമ്മയുടെ അനുഗ്രഹങ്ങൾക്കെല്ലാം അത് മരിയൻ ബ്ലെസ്സിങ് ആണെന്നറിയാൻ വേണ്ടി അമ്മയുടെ സീലുണ്ടാവും എപ്പോഴും. അത് അമ്മ തന്നതാണ്, ഉടമ്പടി പ്രകാരമാണെന്നറിയാൻ വേണ്ടി ഒരു മരിയൻ സീലുണ്ടാവും. മിക്ക സാക്ഷ്യം നോക്കി കഴിഞ്ഞാൽ മരിയൻ സീൽ കാണാൻ പറ്റും. ഇതിനകത്ത് വരുന്ന വെച്ച് കഴിഞ്ഞാൽ അവൾ പ്രസവിച്ചത് മെയ് 13-ാം തീയതിയാണ്. അതായത് മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട ദിവസം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. മരിയൻ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്നവർക്ക് കുറേ മാസങ്ങൾ പ്രധാനപ്പെട്ട ഒക്ടോബർ മാസം, അതുപോലെ ഫെബ്രുവരി 11 മാതാവ് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടത്, ഡിസംബർ 7 മാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇങ്ങനെ ഈ പ്രത്യക്ഷീകരണത്തിന് നിങ്ങൾക്കറിയാമോ, ഈ വിഷയം നമ്മുടെയൊക്കെ ഒരു കാലം കഴിയുമ്പോഴേ, ഇപ്പം തന്നെ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നലെ പറഞ്ഞ സാക്ഷ്യങ്ങൾ ഓർത്തിക്കാൻ മനസ്സിലാവും കൃപാസനം എങ്ങോട്ടാണ് പോകണമെന്ന്. ഇന്നലെ പറഞ്ഞ സാക്ഷ്യങ്ങൾ
കാര്യം ഒരു ധ്യാന കേന്ദ്രങ്ങൾക്കും ഇല്ലാത്ത അത്രയും ഒപ്പോസിഷൻസ് നമുക്കുണ്ടല്ലേ. എന്തുമാത്രം ആൾക്കാരാണ് ചർച്ച ചെയ്യണത് ചാനലിലേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചർച്ച ചെയ്യണത്. അവർ നെഗറ്റീവാണ് പറയുന്നുണ്ടെങ്കിലും പറയുന്നത് കൃപാസനത്തെക്കുറിച്ചല്ലേ. അപ്പോൾ അവർ കുറച്ച് പേര് വിശ്വസിച്ചില്ലെങ്കിലും കേൾക്കുന്ന ആൾക്കാർക്ക് ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു കൃപാസനത്തിലേക്ക് വരും, ഒരു സംശയമില്ലല്ലോ. അതെല്ലാം പോസിറ്റീവാണ്. അവരെന്തെങ്കിലും തന്തക്കൊക്കെ വിളിക്കൊണ്ടിരുന്നുണ്ട്, ഒരു സംശയമില്ല. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ സബ്ജക്റ്റ് ബേസിൽ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താണ്? ഇപ്പോഴത്തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ച ആ സാക്ഷ്യങ്ങളില്ലേ, ആ സാക്ഷ്യത്തിൻ്റെ തന്നെ ഡിസ്കഷൻ എന്തെല്ലാം ലെവലിലാണ് പോയത്. പക്ഷേ ആ സാക്ഷ്യങ്ങളെല്ലാം കഴിയുമ്പോൾ കമ്പിത്തിരി കത്തിക്കണ പോലെയാണ്. കമ്പിത്തിരിയുടെ മരുന്നെല്ലാം കത്തിച്ചതെല്ലാം ഭംഗിയായിട്ട് കഴിയുമ്പോൾ ഒരു കമ്പി അവശേഷിക്കും അല്ലേ. അതുപോലെ കൃപാസനത്തെ എങ്ങനെ വിമർശിച്ചാലും അവസാനം കൃപാസനവും മാതാവും അവശേഷിക്കും. ഒരു മനുഷ്യന് ഒരു സങ്കടം വരണ കാലത്ത് ഒരിക്കലും ദൈവത്തെക്കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ലാത്ത മനുഷ്യർ അമ്മയിലേക്ക് ആകർഷിച്ചു വരും. ഇന്നലെ ഞാനൊരു ചെടുത്തിടെ പിടരയ്ക്ക് പിടിച്ച് സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട്. അതെന്താ കാര്യം എന്നറിയാമോ? എന്നെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ചെല്ലാനത്തുകാരത്തെയാണ് എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ അബദ്ധം പറ്റിപ്പോയി. ഞാൻ പറഞ്ഞു, എന്നടി? അല്ലേ, ഞാൻ പെന്തക്കോസ്താ വർഷങ്ങളായിട്ട് ഉടമ്പടി എടുത്ത് ജീവിച്ചപ്പോഴാണ് ഇപ്പോൾ അമ്മ ആരാളെന്ന് മനസ്സിലായത്. അപ്പോൾ നോക്കി എന്തുമാത്രം മനുഷ്യരാണ് ജീവിക്കുന്ന. ദൈവത്തിൻ്റെ സാന്നിധ്യം അമ്മയിലൂടെ ഇന്ന് ജനങ്ങളുടെ കണ്ണുനീരൊപ്പിക്കൊണ്ട് കാലാകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിട്ട് തിരിച്ചറിയാതെ തെറ്റായ പ്രബോധനങ്ങൾ അകപ്പെട്ടുകൊണ്ട് ആത്മരക്ഷയും അതേസമയം തന്നെ ജീവിത സ്വസ്ഥതയും നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അതായത് സത്യവിശ്വാസം എന്ന് പറയുന്നതിൻ്റെ അകത്ത് മാതാവിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സത്യവിശ്വാസം രൂപപ്പെടുത്താൻ പാടില്ല, പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? അമ്മ വിശ്വാസമുള്ള എല്ലായിടത്തും അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും. വിശ്വാസം ജീവിക്കുന്ന സ്ഥലങ്ങളിലാണ്, കറകളഞ്ഞ വിശ്വാസം ജീവിക്കുന്ന സ്ഥലങ്ങളിലാണ് അമ്മ പ്രത്യക്ഷീകരണം നൽകുന്നത്. അതിന് ജാതിയും മതവും ഒന്നുമില്ല. ആരാണ് വിശ്വാസം ജീവിക്കണത് അവർക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണം ലഭിക്കും. ഇന്നലത്തെ സാക്ഷ്യം കണ്ടില്ലേ? എന്താണ്? ഇന്നലെ 8 സാക്ഷ്യങ്ങളും അമ്മ അവർക്ക് പ്രത്യക്ഷപ്പെട്ടതാണ്. ഇപ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം വരും. എന്നുവെച്ചാൽ ഞാൻ അഭിമുഖീകരിച്ചൊരു പ്രശ്നം അമ്മ മാതാവ് ജീവനോടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടുവെന്ന് ഞാൻ പ്രഖ്യാപിച്ച കാലത്ത് ഞാൻ സഹോദര വൈദികരിൽ നിന്ന് ഞാൻ അനുഭവിച്ച ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അച്ഛനല്ലേ കണ്ടുള്ളൂ, വേറെ ആരെങ്കിലും കണ്ടോ എന്ന്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞൊരു ഉത്തരവുണ്ട്, ഇനി എല്ലാവരും കാണുന്നൊരു കാലം വരുമെന്ന്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ചിലർ പിന്നെ പറയും ഈ കൃപാസനത്തിൻ്റെ ഇവിടെ വരണ ആൾക്കാരെല്ലാം കൂടുതലും എറണാകുളം തൊട്ട് കണ്ണൂർ വരെയുള്ളവരാണല്ലോ, പിന്നെ കൊല്ലം തൊട്ട് ട്രിവാൻഡ്രം ഇടുക്കി വരെയുള്ളവരും, പിന്നെ വ്യത്യസ്തമായ ജില്ലകൾ. ഈ ആലപ്പുഴക്കാരെന്താ കൃപാസനത്തിൽ വരാത്തത് ചോദിക്കും. അങ്ങനെ ചോദിക്കും, എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആലപ്പുഴക്കാർ വരുന്നുണ്ട് ഒത്തിരി പേര്. പിന്നെ അവർക്ക് ഏറ്റവും അടുത്ത് ലളിതമായിട്ട് ഇവിടെ വന്നു പോകുന്നത് കാരണം കഷ്ടപ്പെട്ട് വന്നവനാണ് മാതാവ് ഫലം കൊടുക്കുന്നത്. അതാണ് ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. അതൊരു പ്രശ്നം തന്നെയാണ്. ഞാൻ വള്ളക്കാട് പ്രാർത്ഥന പണ്ട് നടത്തുമായിരുന്നു ഇവിടെ. 85 മുതൽ 86 മുതൽ ഞാൻ 2000 വരെ വള്ളക്കാട് പ്രാർത്ഥന നടത്തുമായിരുന്നു. അപ്പോൾ വള്ളക്കാട് പ്രാർത്ഥനയ്ക്കൊക്കെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരും. പക്ഷേ ആൾക്കാർക്ക് മത്സ്യം കിട്ടണ കൂടുതൽ അകലേന്ന് കഷ്ടപ്പെട്ട് രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റൊക്കെ വരുന്ന ആൾക്കാരും വണ്ടി കാത്തു നിന്നിട്ടും തിരിച്ചു പോകുമ്പോൾ രാത്രി 1 മണിയാകുമ്പോഴൊക്കെ വീട്ടിൽ എത്തുന്ന ആൾക്കാരില്ലേ, അവരാണ് ഇതിൽ രക്ഷപ്പെടണത്. അവിടെ ആദ്യത്തെ അടയാളം അത്. ഇതിനകത്ത് പ്രശ്നം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്കറിയാമോ, ഈ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് പ്രശ്നം. അടുത്ത് ഉള്ളവരാണെങ്കിലും ശരി, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇപ്പം തന്നെ ഇവിടെ ചെറിയൊരു ബഹളം ഉണ്ടാക്കത്തില്ലേ,
ഞങ്ങൾക്ക് പോകണം, വീട്ടിൽ പോകണം, വീട്ടിൽ കുറേ നേരം രാവിലെ വന്ന് വെളുപ്പിനെ വന്നാന്നൊക്കെ പറയത്തില്ലേ. ചേച്ചി എപ്പോഴാണ് ചേച്ചിയുടെ വീട് എവിടെയാണ്? എൻ്റെ വീട് ആലപ്പുഴ. കൊള്ളാം. അപ്പോൾ കാസർഗോഡുകാരവിടെ നിൽക്കണേ, അവർക്കൊരു പ്രശ്നമില്ല. അതാണ് വിഷയം. അത് വിഷയം തന്നെയാണ്. അതായത് ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം ആർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ആ വിശ്വാസത്തിന് ആർക്കാണ് തൻ്റെ വ്യയം ചെയ്യാൻ പറ്റുന്നത്, അവരാണ് ഇതിനകത്ത് ഏൺ ചെയ്യണത്. പക്ഷേ അതിന് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഈ കൃപാസനത്തിന് വാദിക്കുന്നൊരു അനുഭവം ഉണ്ടായി. പൊള്ളത്തെ എഴുതുന്ന സ്ഥലമുണ്ട് അപ്പുറത്ത്, ഇതിന് നേരെ അപ്പുറത്താണ് പൊള്ളത്തൈ, റെയിൽവേ ക്രോസിൻ്റെ നേരെ അപ്പുറത്ത് പൊള്ളത്തയ്യാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു സഹോദരി, അതായത് ദീപ്തി എന്ന് ഒരു സാക്ഷ്യം പറഞ്ഞു ഇന്നലെ. ദീപ്തിയുടെ സാക്ഷ്യം ഭയങ്കര രസമാണ്. അപ്പോൾ എനിക്ക് സന്തോഷമായി, കാര്യം കൃപാസനം വാദിക്കലാണല്ലോ. അപ്പോൾ എന്താ ദീപ്തിയുടെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീപ്തി ഒരു മലയാള സ്റ്റുഡൻ്റാണ്, മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ്. അപ്പോൾ അവൾക്കാണെങ്കിൽ ഈ IELTS എഴുതാൻ പറ്റത്തില്ല. സ്പീക്കിംഗ് ഇല്ല, റീഡിംഗ് ഇല്ല, റൈറ്റിംഗ് ഇല്ല, എല്ലാ മൊഡ്യൂൾസും പോവും. അപ്പോൾ അവളങ്ങനെ ഇരുന്ന് വിഷമിക്കുകയാണ്. അവളൊരു ദിവസം ഇങ്ങനെ വീടിൻ്റെ വാതിക്കൽ അമ്മയുമായിട്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസാരിച്ച് അവളുടെ IELTSൻ്റെ കോഴ്സിന് പോയി. IELTSൻ്റെ കോഴ്സിന് പോയിട്ട് വിദേശത്ത് പോകാൻ വേണ്ടി IELTSൻ്റെ കോഴ്സിന് പോകും ദീപ്തി. പക്ഷേ അങ്ങനെ പോകാൻ വേണ്ടി അങ്ങനെ ക്ലാസ്സിൽ പോയിട്ടും ഇവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല. സ്പീക്കിംഗ് ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല, റൈറ്റിംഗ് പറ്റണില്ല, എല്ലാം ആൾപ്പാടെ കുളവാകുകയാണ്. അപ്പോൾ തോക്കുമെന്ന് ഉറപ്പായി. അപ്പോൾ ഇവർക്ക് സങ്കടമായി, മഹാസങ്കടമായി. അപ്പോൾ അതിരുന്ന് അമ്മയോട് പറയണം, അമ്മ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പല ഇംഗ്ലീഷ് മീഡിയത്തിലും പഠിച്ചാൽ മതിയായിരുന്നു. ഈ മലയാളം പഠിച്ചത്തിൽ പഠിച്ച കാരണം ഒന്നും ശരിയാണില്ല, ഞാൻ ഇത് തുടങ്ങണ പരീക്ഷ എഴുതിയിട്ട് വരെ കാര്യമുണ്ട്, ഒന്നും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ് സങ്കടവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മയും മകളും കൂടി. അപ്പോൾ അമ്മ അപ്പുറത്ത് വർക്ക് ചെയ്യണം, എൻ്റെ ഇടയ്ക്ക് ഇവൾ വാദിക്കരുന്നുണ്ട്, അമ്മയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം മക്കളുടെ സ്വഭാവം അറിയാമല്ല. അങ്ങനെ സമയത്ത് ഇവിടെ ഒരു കാഴ്ച കാണും വാതിക്കലേ, വീടിൻ്റെ വാതിക്കലേ. അപ്പോൾ അവൾ മാത്രമാണ് ഈ കാഴ്ച കാണുന്നതെന്ന് അറിയാൻ വേണ്ടി ഇവൾ അമ്മേ ഇങ്ങോട്ട് വന്നേ, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ, ആ വാതിക്കലോട്ട് നോക്കിയേ, അമ്മ ഇതാരാണെന്ന് അറിയാമോ അമ്മയ്ക്ക്? അപ്പോൾ അമ്മ പറയും, ഇത് കൃപാസനം മാതാവാണല്ലോ എന്ന് പറയും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഇവൾക്ക് കൃപാസന മാതാവാണെന്ന് അറിയാം, പക്ഷെ ആ കാഴ്ച അമ്മ കാണുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അടുക്കളയിൽ നിന്ന് അമ്മയെ വിളിച്ച് വരുത്തിയിട്ട് അമ്മയെ കാണിക്കുമ്പോൾ അമ്മയാണ് പറയണത് ഇത് കൃപാസന മാതാവാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മക്കളെ സാന്ത്വനിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. അടയാളങ്ങൾ നൽകുന്നതിന് നന്ദി പറയുന്നു. ഇപ്പം മനസ്സിലായില്ലേ, അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കണം എല്ലാവർക്കും. ഇതെല്ലാം അഭ്യസ്തവിദ്യരാണ് അവരനുഭവിച്ച. അമ്മയും മകളും കൊണ്ട് സന്ധ്യയ്ക്ക് തന്നെ ഓടി കൃപാസനത്തിൽ വന്ന് ഈ കാഴ്ച കണ്ടവർ സംഭ്രമിച്ചു പോയി. അവരുടെ കൃപാസനത്തിൽ വന്ന് മാതാവിനെ നേരെ കണ്ട് സംസാരിച്ചു, പ്രാർത്ഥിച്ചു, സങ്കടം പറഞ്ഞു. അവർ തിരിച്ചു പോയപ്പോൾ അവർക്ക് എന്താ കിട്ടിയിരിക്കണത്? അതായത് ദീപ്തിക്ക് എന്താ കിട്ടിയത്? ധൈര്യം കിട്ടി. അമ്മ എന്താണ് ചെയ്യണത്? ധൈര്യമാണ് നമുക്ക് തരണത്. ഒരു കാഴ്ച കണ്ട, സ്വപ്നം കാണാം, ദർശനം കാണാം, നേരെ കാണാം, അങ്ങനെ കണ്ട ധൈര്യമാണ് നമുക്ക് കിട്ടണം. ആദ്യത്തെ ധൈര്യം. കാരണം അവൾക്ക് എന്താ സംഭവിച്ചത്? ഞാൻ മലയാളം മീഡിയമല്ലേ, എനിക്ക് എഴുതാൻ പറ്റുമോ? എനിക്ക് എഴുതാൻ പറ്റും, ഞാൻ എഴുതി ജയിക്കുമോ? എത്ര കാലം എഴുതേണ്ടി വരും? ഇംഗ്ലീഷ് ഇപ്പോൾ മീഡിയത്തിൽ പോയ ആൾക്കാർ പോലും 5-6 പ്രാവശ്യം എഴുതിയിട്ടല്ല കിട്ടണത്. ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? എൻ്റെ ജീവിതത്തിൽ വല്ല മാർഗ്ഗമുണ്ട്? ദൈവത്തിൽ വല്ല പദ്ധതി ഉണ്ട്? ഇങ്ങനെ സങ്കടം പ്രാർത്ഥനയാക്കി മാറ്റുന്ന സമയത്താണ് അമ്മ നേരെ വന്ന് നിൽക്കുന്നത്. ധൈര്യമായിരിക്കുക, ഈ വിഷയം നമ്മൾ കവർ ചെയ്യും. പിന്നെ അവൾ ധൈര്യത്തോടെ പഠിക്കാൻ പോയെങ്കിലും എല്ലാ ഞായറാഴ്ചയും ഇതുപോലെ പണ്ട് ഞായറാഴ്ച, ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് വ്യാഴാഴ്ച ആക്കിയതാണ്. എല്ലാ ഞായറാഴ്ച വന്ന് ഇവൾ ധ്യാനം കൂടും. പക്ഷേ ഉടമ്പടി എടുക്കത്തില്ല. ഉടമ്പടി എടുക്കണമെങ്കിൽ കുറച്ചുകൂടി കമ്മിറ്റ്മെൻറ്റ് വേണ്ടേ? അപ്പോൾ അത് ഉടമ്പടി എടുക്കത്തില്ല. അമ്മയോട് വന്ന് കാര്യം പറയും. പലരുടെ അബദ്ധം അതാണ്, നിങ്ങളെയും മടിച്ചുകളല്ല. അതുകൊണ്ട് അമ്മയോട് വന്ന് കാര്യം പറഞ്ഞിട്ട് പോകും. പക്ഷേ ഇവൾ IELTS തോറ്റപ്പോൾ മനസ്സിലായി, ഞാൻ എപ്പോഴും പോയി അമ്മയുടെ അടുത്ത് പോയി കാര്യം പറയും, പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തില്ലല്ലോ.
അതായത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യം പറഞ്ഞ പോലെ കാര്യമല്ല. ഉടമ്പടി വേറെ വിഷയമാണ്. ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ നമ്മൾ സീരിയസ് ആയെന്നർത്ഥം. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ സീരിയസ് ആയി. പിന്നെ നമ്മളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി. നമ്മൾ ദൈവം നിബന്ധന വെക്കുന്നു, നമ്മൾ നിറവേറ്റാൻ തയ്യാറാകുന്നു. ദൈവം നമ്മുടെ നിയോഗത്തെ ഹോണർ ചെയ്യുന്നു. പിന്നെ ദൈവമായിട്ട് സഞ്ചാരമാണ് ശരിക്കും പറഞ്ഞാൽ. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു സഹസഞ്ചാരമാണ് ദൈവമായിട്ട്. അത് അമ്മയായത് കാരണം എല്ലാവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഉടമ്പടി എടുത്തിട്ട് കൃത്യമായിട്ട് ഉടമ്പടി എടുത്തിട്ട് അവൾ പറയണത് എൻ്റെ ജീവിതം തന്നെ ഉടമ്പടി മാറ്റിക്കളഞ്ഞെന്നാണ്. എന്താണ് പറയണത്? എന്താ പ്രശ്നം വെച്ചാൽ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അരമണിക്കൂറല്ല വചനം വായിക്കേണ്ടത്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് വാചനം വായിച്ച് 1.5 മണിക്കൂർ വാചനം വായിക്കാനുള്ള അഭിഷേകം കിട്ടി. അപ്പോൾ ചില ആൾക്കാർ അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞിട്ട് അഭിഷേകമില്ലാത്തൊരു 5 മിനിറ്റ് വായിച്ചിട്ട് പിന്നെ വായിക്കാം, ബാക്കി പിന്നെ വായിക്കാമെന്ന് പറഞ്ഞ് മടക്കി വെച്ചിട്ട് പോകത്തില്ലേ? ഇതെല്ലാം പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ ഉടമ്പടിയിൽ പറഞ്ഞതല്ലേ അമ്മയോട് അരമണിക്കൂർ വചനം വായിച്ചോളാമെന്ന്, എന്നിട്ട് നിങ്ങൾ വായിച്ചിട്ടില്ലല്ലോ. പക്ഷേ ഇവർക്ക് കാര്യം അത് നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഉടമ്പടി എടുത്തുകൊണ്ടാണ്. ആവശ്യത്തിന് വേണ്ടി ഉടമ്പടി എടുക്കുന്നവർ ദൈവത്തിന് അത്യാവശ്യമുള്ള കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ. അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ 10 മിനിറ്റ് വായിച്ചിട്ട് മടക്കി വെക്കും. രോഗികളെ കാണാൻ വേണ്ടി പറഞ്ഞാൽ എത്ര അടുത്ത് രോഗികൾ വല്ല വീട്ടിൽ കിടപ്പുണ്ടെങ്കിൽ പോയി കണ്ടച്ച് നോക്കിയെന്ന് വെച്ചാൽ പോരും, ആശുപത്രി പോകത്തില്ല. അപ്പോൾ എങ്ങനെ ഈ കുറുക്ക് വഴി ചെയ്യാം? കുറുക്ക് വഴി ഉടമ്പടിയുടെ നിബന്ധനകൾ കുറുക്ക് വഴിയോടെ ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കുക നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉടമ്പടി എടുത്തതാണ്. ദൈവത്തിനകത്ത് പങ്കില്ല. ഒരിക്കലും ദൈവം അതിനകത്ത് പങ്കെടുക്കത്തുമില്ല. കാര്യം എന്താണ്? നിങ്ങളുടെ വയറ്റിപ്പഴപ്പാണെന്ന് ദൈവത്തിന് അറിയാം. ദൈവത്തിന് പ്രയോജനമില്ലല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തിന് വേണ്ടി എന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ദീപ്തിയുടെയൊക്കെ സാക്ഷ്യം അവസാനിക്കുമ്പോൾ എന്താ പറയണത്? ദീപ്തിയുടെ സാക്ഷിയൊക്കെ അവസാനിക്കും. ദീപ്തി പറയണത് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് ജീവിത അവസാനം വരെയാണ്. അത് ദീപ്തി മാത്രമല്ല, അങ്ങനെ പറയുന്ന അക്രൈസ്തവ സഹോദരങ്ങളുണ്ട്. ഞാൻ ആ സാക്ഷ്യത്തെക്കുറിച്ച് പറയാം. ഇപ്പോഴെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദീപ്തി എന്ന് പറയുന്ന സഹോദരി ഉടമ്പടി പ്രകാരം ജീവിക്കാൻ ക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ ഒറ്റ എഴുതിയുള്ളൂ. ആ എഴുതിയിട്ട് ഇപ്പോൾ റിസൾട്ട് വരുന്ന ദിവസം ഇവിടെ വന്നിരുന്നിട്ട് 9 വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് റിസൾട്ട് ഓപ്പൺ ചെയ്ത്. അപ്പം തന്നെ അമ്മ പറഞ്ഞതുപോലെ അവൾ ഫുൾ സ്കോർ ചെയ്ത് ആൾ ക്ലിയറായി. ജയിച്ചത് മാത്രമല്ല, പിന്നീട് ഇൻ്റർവ്യൂ, വിസ എല്ലാം. അവളെ പറയണത് ഞാനൊരു പ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. നിങ്ങളുടെ ജീവിതം ഇപ്പോഴാമ പോലെ നിരങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ? ഉടമ്പടി എടുക്കുമ്പോൾ ആ ആമയെ ഒരാൾ എടുത്തുകൊണ്ട് ഓടിയാൽ എങ്ങനെ ഇരിക്കും? ആമ ഇങ്ങനെ നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പതുക്കെ പോയി. അപ്പോൾ ആ ആമയെ കണ്ടിട്ട് ഒരാൾ ആ ആമയെ എടുത്തുകൊണ്ട് ഓടിയാൽ എന്ത് സ്പീഡുണ്ടാവും ആമയ്ക്ക്? അതുപോലുള്ള സ്പീഡ് ഉടമ്പടിയിൽ ഉണ്ടാകുമെന്ന്. ഇത് ഇവളുടെ ഹൃദയത്തിൽ ഇങ്ങനെ തറച്ച് ഞാൻ മറന്നുപോയി. അന്ന് ഈശോ എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ് പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക്. ഞാൻ ചിന്തിച്ച് പറഞ്ഞൊന്നുമല്ലത്. പക്ഷെ അവൾക്ക് വേണ്ടി അമ്മ പറയിപ്പിച്ചതാണ് എൻ്റെ ഉള്ളിലൂടെ. അതുപോലെ തന്നെ പെട്ടെന്നായിരുന്നു ആയിട്ട് ജയിച്ചു, പെട്ടെന്ന് വിസയായി, പെട്ടെന്ന് ഇൻ്റർവ്യൂ ജയിച്ചു, അതുപോലെ തന്നെ ജോലി ഓക്കെയായി. ഇപ്പോൾ ആൾ കയറിപ്പോയി. അപ്പം ഇത്രയും പെട്ടെന്നാണ് ഇതെല്ലാം സംഭവിച്ചത്. ആമയെ എടുത്തോണ്ട് ഓടിയ പോരെയും കൈയിടിച്ച് കിടത്താൻ ഞങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുന്ന ഉടമ്പടി പ്രാർത്ഥന തന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അതായത് പിന്നെ നിങ്ങൾ ഉടമ്പടിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ മിനി രാജൻ എന്നും പറഞ്ഞൊരു മോളുടെ സാക്ഷ്യം ഉണ്ടായി. അത് ഭയങ്കര അത് അക്രൈസ്തവ സാക്ഷ്യമാണ്. നമുക്കറിയാമല്ലോ 50-50 ആൾക്കാർ സാക്ഷ്യം പറയണത്. ഉടമ്പടിയിൽ അമ്മ ആർക്കും ഡിസ്ക്രിമിനേഷൻ ഇല്ല, ആർക്കും പക്ഷഭേദമില്ല. മിനി രാജൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി രാജൻ എന്ന് വരുമ്പോൾ അവരുടെ പ്രശ്നം വെച്ചാൽ അവർക്ക് ഒരു മകനുണ്ട്. മകന് പൊക്കമില്ല. അവളൊരു പൂക്കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊക്കമില്ലാത്ത അപ്പോൾ ഭയങ്കര സങ്കടമാണ്. പൊക്കമല്ല, സംസാരിക്കത്തില്ല. മകനുണ്ട്, സംസാരിക്കത്തില്ല. അപ്പോൾ സംസാരിക്കാത്ത മകന് ജീവിത പങ്കാളി കിട്ടണ ഭയങ്കര പാടല്ലേ. അപ്പം മിനി രാജൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അമ്മ ഇതാണല്ലോ അവളുടെ ഉത്കണ്ഠ. ഇതാണല്ലോ. അപ്പോൾ
അവളെ അമ്മ ഒരു ദർശനം കാണിക്കും. എന്താണ്? ഒരു മണ്ഡപം. ഇപ്പോൾ നോൺ ക്രിസ്ത്യൻസൊക്കെ മണ്ഡപമല്ലേ ഉള്ളത്, ഞങ്ങൾക്ക് ഈ അൾത്താരം ഉള്ളതുപോലെ മണ്ഡപം കാണിക്കും. മണ്ഡപത്തിൽ മാല ഇട്ടുകൊണ്ട് ഇവൻ്റെ മകൻ നിൽക്കും. അമ്മ കാണിക്കുന്നത് സ്വപ്നമാണ്. എന്നിട്ട് ഒരു ജീവിത പങ്കാളിയെ കാണിക്കും. അവൾ മാല ഇട്ട് നിൽക്കും. അപ്പോൾ മനസ്സിലാവും ഇത് അമ്മ കാണിച്ച്. അപ്പോൾ എൻ്റെ മകൻ്റെ കല്യാണം അമ്മ ഏറ്റെടുത്തത് മനസ്സിലാകും. അവൾക്ക് മനസ്സിലായല്ല. ചെറുക്കൻ പെണ്ണും കൂടി മാല വിട്ട് മണ്ഡപത്തിൽ നിൽക്കണേ, അത് കല്യാണമാണ്. അപ്പോഴേ ഇവൾക്ക് തോന്നും, ഇത് ഞാൻ ഉടമ്പടി എടുത്തതുകൊണ്ട് ഈ വിഷയം എനിക്കിങ്ങനെ കല്യാണ വിഷയമായതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയ പോലെ ഇങ്ങനെ സ്വപ്നം കണ്ടാണെന്ന് വിചാരിക്കും. പക്ഷേ അടുത്ത ദിവസം തന്നെ കല്യാണം നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മ കാണിച്ച അതുപോലെ നടന്നു കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് ദുഃഖമുണ്ട്. എന്താണ്? ഒരു സംസാരിക്കാത്ത ജീവിത പങ്കാളിത്തെ തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോഴവർക്കൊരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അവർ എഡ്വിൻ എന്ന് പറഞ്ഞവരോട് സെയിൽസ് ടാക്സ് ഓഫീസറാണ്. ഈ പൂക്കടയിൽ ചെന്നപ്പോൾ ഇവളോട് പറഞ്ഞത്, നിനക്ക് സങ്കടം ഉണ്ടെങ്കിൽ വന്ന് ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെ അവൾ ഉടമ്പടി എടുത്താണ് കല്യാണം നടന്നത്. അപ്പോൾ എഡ്വിൻ സാറിനോട് പറഞ്ഞ ഇവള് മിന്നി രാജൻ പറയും, സാറേ ഇനി പിള്ളേരുണ്ടാകുമ്പോൾ ഭർത്താവിനും ഭാര്യയ്ക്കും സംസാരിക്കാൻ കഴിവില്ലല്ലോ. അപ്പോൾ മക്കൾക്കും സംസാരിക്കാൻ കഴിവില്ല വന്നാൽ എന്തു ചെയ്യും? അതെൻ്റെ വലിയ ദുഃഖമാണെന്ന് പറയും. അപ്പോൾ ഉടനെ എഡ്വിൻ സാർ പറയും, എഡ്വിൻ സാർ ഒരു മെൻഡർ മിഷണറിയാണ്. വെച്ചാൽ മിഷണറിയാണ്, പക്ഷെ മെൻഡർ. എഡ്വിൻ സാർ പറയും, നീ വിഷമിക്കണ്ട, ഞാൻ ഉടമ്പടി പുതുക്കുമ്പോൾ നിൻ്റെ മകന് ജനിക്കാൻ പോണ കുഞ്ഞ് സംസാരിക്കാൻ വേണ്ടി ഞാൻ അമ്മയോട് പറയാമെന്ന് പറയും. അതാണ് മെൻഡർ മിഷണറി എന്ന് പറയുന്നത്. ഇങ്ങനെ കുറേ മെൻഡർ മിഷണറിമാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. അവർക്കൊക്കെ ദൈവം നിത്യസമ്മാനം വെച്ചിരിക്കുന്നത് ഭയങ്കരമായിരിക്കും. അത് കഴിഞ്ഞാൽ അവർ ദൈവത്തെ അറിയിക്കുക മാത്രമല്ല, അറിഞ്ഞവരുടെ ഉത്തരവാദിത്തങ്ങൾ അറിഞ്ഞവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ സുവിശേഷ വേലയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്തുമാത്രം ആൾക്കാർ സുവിശേഷ വേല ചെയ്യുന്നുണ്ട് ലോകത്ത് മുഴുവനും. അതുകൊണ്ടല്ലേ ഈ ആൾക്കാരൊക്കെ ദൈവത്തിൻ്റെ ആശ്വാസം പ്രാപിച്ച് പോണത്. പക്ഷേ ആ കുഞ്ഞ് അവൾ പ്രഗ്നൻ്റായി, അവൾ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് നല്ലവണ്ണം സംസാരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ഈ മിനിരാജിൻ്റെ സാക്ഷ്യം നിങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ സാക്ഷ്യം പറയണത്? ഉടമ്പടി മഹത്തരമാണെന്ന് പറയാനല്ല. ഈ ആൾക്കാരൊക്കെ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ഇടിമിന്നൽ പോലെ ദൈവം ഇവരോട് ഇടപെടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു കാരണങ്ങളുണ്ട്. കാരണം ഇവരുടെ നിലപാടാണ് ഇതിൻ്റെ പ്രശ്നം. എൻ്റെ ടോപ്പിക്ക് അതാണ്. ഉടമ്പടി എടുക്കുമ്പോൾ ഒരു കോമൺ നിലപാടുണ്ട്. മിനിരാജൻ പറഞ്ഞ അവസാനിപ്പിക്കുക എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് ഞാനിങ്ങനെ ഒരു കാര്യം കാണാൻ വേണ്ടി വന്ന് ഉടമ്പടി എടുക്കുകയല്ല ചെയ്യണത്. ഞാൻ ഈ ഉടമ്പടി അങ്ങോട്ട് ജീവിക്കുകയാണ്. എൻ്റെ മരണം വരെ എനിക്ക് വേണ്ടത് നിത്യതയാണെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വിഷയം. അതായത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മളുടെ ഒരു കാര്യം കണ്ടു കഴിയുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. എല്ലാ ആൾക്കാരും അങ്ങനെയാണ്. 15 ആൾക്കാരും 80% ആൾക്കാർ ആ കാര്യം കണ്ടു കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. ഞങ്ങൾക്കും അതിനോട് അതെന്താ പ്രശ്നം? ഉടമ്പടി എടുത്തപ്പോൾ അമ്മ 90 ദിവസം എന്നാണ് പറഞ്ഞത്. പിന്നെ ആൾക്കാർ ആ പ്രത്യേക അഭിഷേകം കൊടുത്ത കിട്ടിയ ആൾക്കാരാണ് പ്രത്യേകത അത് പുതുക്കിയിട്ട് അത് ഒരു ജീവിത രീതിയായിട്ട് കൊണ്ടുപോകണത്. പിന്നീട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ദൈവം തന്നെയാണ് ഞങ്ങളുടെ ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് ഇപ്പോൾ ഈ ചാര ഉടമ്പടിയൊക്കെ ആയത്. അമ്മയുടെ സിൽവർ ഗ്രേ ഉടമ്പടി ഉണ്ടല്ലോ, സിൽവർ ഗ്രേ ഉടമ്പടിയൊക്കെ എന്ത് കാണാൻ രസമാണെന്ന് അറിയാതെ കാണാം. ആ പേപ്പർ തന്നെ അമ്മ അനുഗ്രഹിച്ച് വിട്ടിരിക്കുകയാണ്, സിൽവർ ഗ്രേ. അതായത് അവരെ സംബന്ധിച്ച് അവിടെ ആവശ്യങ്ങളൊന്നുമില്ല. അവരുടെ ആവശ്യങ്ങൾ ദൈവം തന്നെയാണ്. ദൈവത്തെക്കാൾ വലിയ ആവശ്യം എന്താ? മനുഷ്യനെ. അതുകൊണ്ടാണ് ഈ മിനി രാജ ഇങ്ങനെ പറയണത്, ഞാനിതുകൊണ്ട് അവസാനിപ്പിക്കത്തില്ല, എനിക്ക് വേണ്ട നിത്യതയാണെന്ന്, ഞാൻ ഉടമ്പടി അങ്ങനെ ജീവിതം തുടരുകയാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതൊരു നിലപാടാണത്. അപ്പം ദൈവത്തിന് അറിയാം
ദൈവത്തിന് അറിയാം, നിങ്ങൾ ദൈവം ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളറിയാം ഇത് തൽക്കാലത്തേക്ക് ഈ IELTS കൊണ്ട് അവസാനിപ്പിക്കുമോ, കല്യാണം കെട്ടണം കൊണ്ട് അവസാനിപ്പിക്കുമോ, കുഞ്ഞുങ്ങളുണ്ടാകും കൊണ്ട് അവസാനിപ്പിക്കുമോ, വസ്തു വിൽക്കണം കൊണ്ട് അവസാനിപ്പിക്കുമോ, വിദേശത്ത് പോകണം കൊണ്ട് അവസാനിപ്പിക്കുമോ എന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. നിങ്ങൾ ഇതിൻ്റെ ലൂപ്പ് ഹോളാണത്. നിങ്ങൾ നേരത്തെ ദൈവമായിട്ട് ഒരു ധാരണ എത്തിച്ചേരും. മാതാവേ, ഞങ്ങളെ ഇപ്പം എനിക്ക് വിഷയമുണ്ട്, ശരി, നീ എന്നെ സഹായിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ജീവിക്കണത് ഇത് അന്ത്യം വരെ ദൈവത്തിൻ്റെ മകളായി, ദൈവത്തിൻ്റെ മകനായി ജീവിക്കും. പറയുക, കർത്താവേ, ഞാൻ ഉടമ്പടി പ്രകാരം സാക്ഷിയായി വിശുദ്ധിയോടെ അന്ത്യം വരെ സാക്ഷിയായി ജീവിച്ചു. കൃപയാകണമേ.